നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തും ഏതും വിലപ്പെട്ടതായി തോന്നുക രണ്ട് ഘട്ടങ്ങളിലാണ്. ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ. ചില ഓർമ്മകൾക്ക് മരണമില്ല. സ്നേഹം പങ്കിട്ട നിമിഷങ്ങൾ, പിണക്കവും പരിഭവവും പറഞ്ഞു തീർത്ത സമയങ്ങൾ, കൈകൾ കോർത്തുപിടിച്ച് ഇനിയും നടന്നു നീങ്ങാത്ത വഴിവീഥികൾ, നമുക്കായി സമ്മാനിച്ച ചില വിലപ്പെട്ട സംഭാവനകൾ എല്ലാം മറക്കാൻ ശ്രമിച്ചാലും മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. സംഗീത ചക്രവർത്തി രവീന്ദ്രൻ മാസ്റ്ററുടെ മരണമില്ലാത്ത ഓർമ്മകളിലേക്കുള്ള യാത്രയാകട്ടെ ഈ എപ്പിസോഡ്. മലയാളത്തിലെ മധുര ഗാനങ്ങളുടെ രാജശില്പികളിൽ ഒരാളാണ് രവീന്ദ്രൻ മാസ്റ്ററുമായി എനിക്ക് നല്ല സൗഹൃദവും അടുപ്പവും ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രമായിരുന്നു ചൂള. ആലപ്പുഴക്കാരനായ സംവിധായകൻ ശശികുമാറിന്റെ ചൂള എന്ന ചിത്രത്തിന് വേണ്ടി ആലപ്പുഴക്കാരനായ ഞാൻ ഡബ്ബിങ്ങിന് ചെല്ലുമ്പോഴാണ് കുളത്തുപുഴക്കാരനായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് രവീന്ദ്രനെ പരിചയപ്പെടുന്നത്. ആ ചിത്രം എന്റെ ആദ്യത്തെ ഡബ്ബിംഗ് ചിത്രവും രവീന്ദ്രൻ മാസ്റ്ററുടെ ആദ്യത്തെ സംഗീത സംവിധാന ചിത്രവുമായിരുന്നു. ആ ചിത്രത്തിലെ നായകനായ PJ ആന്റണിക്ക് വേണ്ടിയായിരുന്നു ഞാൻ ശബ്ദം നൽകിയിരുന്നത്. അന്നത്തെ ചോക്ലേറ്റ് നടനായ രവികുമാറിന് വേണ്ടി ശബ്ദം നൽകിയിരുന്നത് രവീന്ദ്രൻ മാഷായിരുന്നു. മലയാളത്തിലെ ഏറ്റവും അവസാനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ചൂളയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ചിത്രത്തിന്റെ വിജയത്തോടൊപ്പം തന്നെ അതിലെ പാട്ടുകളും ഹിറ്റായിരുന്നു. യേശുദാസ് പാടിയ അതിലെ താരകെ മിഴി ഇതളിൽ കണ്ണീരുമായി തേടുവതാരെ എന്ന് തുടങ്ങുന്ന ഗാനം ശ്രോതാക്കളുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്നതായിരുന്നു. ചൂള എന്ന ചിത്രം നിർമ്മിച്ചിരുന്നത് 9 മേക്കപ്പ് മാൻമാർ ചേർന്നായിരുന്നു. നവരത്ന മൂവി മേക്കേഴ്സ് എന്നായിരുന്നു ബാനറിന്റെ പേര്. വളരെയധികം സാമ്പത്തിക ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ ആ ചിത്രം പൂർത്തീകരിച്ചത്. രവീന്ദ്രൻ മാസ്റ്റർ ഉൾപ്പെടെ അതിൽ ജോലി ചെയ്തിരുന്ന ആർക്കും തന്നെ വലിയ സാമ്പത്തിക ഗുണമൊന്നും ആ ചിത്രത്തിൽ നിന്നും ലഭിച്ചിരുന്നില്ല. ഈ ചിത്രത്തിലെ പാട്ടുകൾ ഹിറ്റായതോടുകൂടി മാസ്റ്റർക്ക് കുറേശ്ശെ അവസരങ്ങൾ വന്നു തുടങ്ങി. പിന്നീട് അദ്ദേഹം ഡബ്ബിങ്ങിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. ആദ്യകാല മദ്രാസ് ജീവിതത്തിലെ അതിദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി ഉപജീവന മാർഗമായി കണ്ടെത്തിയ ജോലിയായിരുന്നു ഡബ്ബിങ്. ജീവിതത്തിൽ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അറിഞ്ഞും അനുഭവിച്ചും ജീവിച്ചത് കൊണ്ടാകാം അന്നൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിർമ്മാതാക്കൾക്ക് ചെറിയ തുക മുടക്കി സംഗീത സംവിധാനങ്ങൾ നിർവഹിച്ചു കൊടുത്ത് സഹായിക്കുമായിരുന്നു. നിർമ്മാതാക്കളായ സുരേഷ് കുമാർ, സനൽകുമാർ നിർമ്മിച്ച ചിത്രമായിരുന്നു കൂലി. ഏറ്റവും അധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു കൂലി. ഈ ചിത്രത്തിലെ സംഗീത സംവിധാനം നിർവഹിച്ചിരുന്നത് രവീന്ദ്രൻ മാസ്റ്ററായിരുന്നു. ഈ ചിത്രത്തിന്റെ റീ റെക്കോർഡിംഗ് വേളയിൽ സുരേഷിനെ രവീന്ദ്രൻ മാസ്റ്റർ സഹായിച്ച രീതി എനിക്ക് മറക്കാനാവില്ല. പശ്ചാത്തല സംഗീതം ഏറ്റവും ഗംഭീരമായി വേണ്ടത് ഫൈറ്റ് സീക്വൻസിലാണ്. മിക്കവാറും അത് ഏറ്റവും അവസാനമായിരിക്കും എടുക്കുക. സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നവരുടെ വലിയൊരു കൂട്ടം തന്നെ അതിനുവേണ്ടി ഉണ്ടാകും. നല്ല പണച്ചിലവുള്ള ഒരു പ്രക്രിയയാണ് ഇത്. അവിടെ ഒരുക്കുന്ന പശ്ചാത്തല സംഗീതം വീക്കായാൽ ആ ഫൈറ്റ് സീക്വൻസിന്റെ എഫക്റ്റും ത്രില്ലും ഒക്കെ നഷ്ടപ്പെടും. അതെടുക്കേണ്ട സമയമായപ്പോൾ നിർഭാഗ്യമെന്ന് പറയട്ടെ, സുരേഷ് കുമാറിന്റെ പോക്കറ്റ് കാലിയായിരുന്നു. പണവുമില്ല, പടം തീർക്കുകയും വേണം. റിലീസ് തീയതി നിശ്ചയിച്ചും കഴിഞ്ഞു. സുരേഷ് കുമാർ തന്റെ സാമ്പത്തിക പരാധീനത ഒരു മറയുമില്ലാതെ രവീന്ദ്രൻ മാസ്റ്ററെ ബോധ്യപ്പെടുത്തി. താൻ പണത്തിനായി പലരെയും സമീപിച്ച് നെട്ടോട്ടമോടിയിട്ടും ഒരു ഫലവും കണ്ടില്ല. അക്കാലത്ത് പല പ്രൊഡ്യൂസർമാരുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയായിരുന്നു. സുരേഷ് കുമാറിന്റെ വിഷമവും നിസ്സഹായ അവസ്ഥയും കണ്ട മാഷ് അല്പം ആലോചിച്ചിട്ട് സുരേഷിനോട് പറഞ്ഞു, എടാ മോനെ സുരേഷേ, നിന്റെ കൂടെ 5-8 കൂട്ടുകാർ വന്നിട്ടുണ്ടല്ലോ, അവരെയൊക്കെ ഇങ്ങോട്ട് വിളിക്കൂ. സുരേഷിന് എന്താണ് കാര്യമെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല. സുരേഷ് അവരെല്ലാം വിളിച്ചു തിയേറ്ററിനുള്ളിലേക്ക് കയറ്റി. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. മാസ്റ്റർ എല്ലാവരോടുമായി പറഞ്ഞു, ഫൈറ്റ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ചേർന്ന് ബാ ബ ബ ബ എന്ന് താളത്തിൽ ശബ്ദിക്കണം. അങ്ങനെ കൂലി എന്ന ചിത്രത്തിൽ രതീഷിന്റെ ഫൈറ്റ് സീൻ വന്നപ്പോൾ എല്ലാവരും ചേർന്ന് മാസ്റ്ററിനോടൊപ്പം താളത്തിൽ ബാ ബ ബ ബ ബ എന്ന് സർവശക്തിയും എടുത്ത് ശബ്ദമുണ്ടാക്കി. അതോടൊപ്പം ഒഴിവാക്കാൻ പറ്റാത്ത ചില മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും ഉപയോഗിച്ചിരുന്നു. പടം റിലീസ് കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു, രവീന്ദ്രൻ മാസ്റ്ററുടെ റീ റെക്കോർഡിംഗ് ഇംഗ്ലീഷ് പടത്തിലെ പോലെ മനോഹരമായിരിക്കുന്നു എന്ന്. എന്റെ മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം എന്ന ചിത്രത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ചിരുന്നത് രവീന്ദ്രൻ മാസ്റ്ററായിരുന്നു. അതിലെ മേടമാസ പുലരി
കായലിൽ എന്ന് തുടങ്ങുന്ന ഗാനം വലിയ ഹിറ്റായിരുന്നു. യേശുദാസ് പാടി സുരേഷ് ഗോപി അഭിനയിക്കുന്നതാണ് ആ ഗാനരംഗം. ആ ചിത്രത്തിന്റെ റീ റെക്കോർഡിംഗ് വേളയിൽ ഞാനും കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു. അതിലേക്കായി എനിക്ക് രവീന്ദ്രൻ മാസ്റ്റർ സഹായം നൽകിയത് മറ്റൊരു രീതിയിലായിരുന്നു. സാധാരണ ഒരു ചിത്രത്തിന്റെ റീ റെക്കോർഡിംഗ് 2, 3, 4 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും തീർക്കുക. എന്റെ തന്നെ ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിന്റെ റീ റെക്കോർഡിങ്ങിന് ഔസേപ്പച്ചൻ 9 ദിവസത്തോളം എടുത്തു. എന്നാൽ എന്റെ മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം എന്ന ചിത്രത്തിന്റെ റീ റെക്കോർഡിങ് രവീന്ദ്രൻ മാഷ് ഒരു ദിവസം കൊണ്ട് തീർത്ത് തന്നെ സഹായിച്ചു. ഒരു ദിവസം കൊണ്ട് ഒരു ചിത്രത്തിന്റെ റീ റെക്കോർഡിംഗ് പൂർത്തീകരിച്ച ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. ഇത് പലർക്കും വിശ്വസിക്കാനും പ്രയാസമായിരുന്നു. രവീന്ദ്രൻ മാഷ് കുറെ നല്ല സിനിമകൾ ചെയ്തു പേരെടുത്തു എങ്കിലും ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന്റെ സമയദോഷം കൊണ്ടായിരിക്കാം വർക്കുകൾ തീരെ കുറഞ്ഞു. ആ സമയങ്ങളിലൊക്കെ RK ലോഡ്ജിൽ മിക്കവാറും എന്നെ തേടി എത്തുമായിരുന്നു. എടാ അഷ്റഫെ എന്ന് സ്നേഹത്തോടെ എന്നെ വിളിച്ചിരുന്ന ഒരേ ഒരു സിനിമാക്കാരനായിരുന്നു രവീന്ദ്രൻ മാഷ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അദ്ദേഹം എന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട്. ആ സമയങ്ങളിൽ പലപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു, 90 മാർച്ച് കഴിയുന്നതോടുകൂടി എന്റെ സമയത്തിന് മാറ്റമുണ്ടാകും, ആഗസ്റ്റോടുകൂടി എന്നെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, നീ കണ്ടോടാ അഷ്റഫേ എന്ന് പറയുമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടാൽ വിശ്വസിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത് വലിയ കാര്യമാക്കിയുമില്ല. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം അദ്ദേഹം എന്നോട് ഇത് ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ എന്നെ ഞെട്ടിച്ച ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ 1990 മാർച്ചിലായിരുന്നു ഹിസ് സൈനസ് അബ്ദുള്ള റിലീസ് ചെയ്തത്. അതോടെ രവീന്ദ്ര സംഗീതം മറ്റൊരു തലത്തിലേക്ക് ഉയരുകയാണ് ഉണ്ടായത്. ഹിസ് സൈനസ് അബ്ദുള്ളയിലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചം. ജനങ്ങൾ അത് ഏറ്റെടുത്തു. പിന്നീട് അങ്ങോട്ട് ദാസേട്ടൻ, രവീന്ദ്രൻ മാസ്റ്റർ ഇവരുടെ കോമ്പിനേഷനിൽ ഒരു സംഗീത യുഗം തന്നെ പിറവികൊണ്ടു. നീ കണ്ടോടാ അഷ്റഫെ മാർച്ച് കഴിയുന്നതോടുകൂടി എന്റെ സമയം മാറും, ആഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന വാചകത്തെ അന്വർത്ഥമാക്കും വിധമായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള മാസ്റ്ററുടെ സംഗീത യാത്ര. ഇതൊക്കെ എങ്ങനെ ഇത്ര കൃത്യമായി പറയാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്നും എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. തൊടുന്നതെല്ലാം പൊന്നാക്കിക്കൊണ്ടുള്ള എത്ര സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ് മലയാളികളായ നമുക്ക് അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നത്. അമരം, കമലദളം, അയാൾ കഥ എഴുതുകയാണ്, സുഖമോ ദേവി, നന്ദനം, ഭരതം, ആറാം തമ്പുരാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായ വടക്കുംനാഥൻ ഉൾപ്പെടെ മിക്കവാറും എല്ലാ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്കു വേണ്ടി അദ്ദേഹം സംഗീത വിസ്മയം തീർത്തിട്ടുണ്ട്. കൂടെ പഠിച്ച ഒരു സഹപാഠിയുടെ സഹായത്താൽ ഉന്നതിയിലെത്തിയ ആളാണ് രവീന്ദ്രൻ മാസ്റ്റർ. നല്ല കഴിവുള്ള കലാകാരന്മാരെ കൈപിടിച്ചുയർത്തി അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാനോ അതിനുള്ള സാഹചര്യം ഒരുക്കുവാനോ ആരുമില്ലാതെ കഴിവുകൾ ഉപേക്ഷിക്കുകയോ മുരടിച്ചു പോവുകയോ ചെയ്യുന്ന എത്ര കലാകാരന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അവിടെയാണ് തന്റെ സ്നേഹിതന്റെ കഷ്ടപ്പാടിൽ കൈത്താങ്ങായി കൂടെ നിന്ന് തന്റെ കഴിവുകളെ അംഗീകരിച്ച് പുറത്തു കൊണ്ടുവരുവാനും ജീവിതോപാധിയായി അതിനെ മാറ്റി ഉയരങ്ങളിൽ എത്തിക്കുവാനും സഹായിച്ച യേശുദാസ് എന്ന ആ വലിയ മനുഷ്യന്റെ മനസ്സിനെയാണ് നാം കാണേണ്ടത്. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ സഹപാഠികളായിരുന്നു യേശുദാസും രവീന്ദ്രൻ മാഷും. വെറും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഗായകനുമൊക്കെയായി നടന്ന രവീന്ദ്രന്റെ ഉള്ളിൽ ഒരു സംഗീത സംവിധായകൻ ഉണ്ടെന്ന് മനസ്സിലാക്കി രവീന്ദ്രന് അതിലേക്ക് എത്തപ്പെടാനുള്ള അവസരം ഒരുക്കിയത് ദാസേട്ടനായിരുന്നു. മാഷ് തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, ദാരിദ്ര്യ ദുഃഖം കാരണം സംഗീതവും ഡബ്ബിങ്ങും ഒക്കെ ഉപേക്ഷിച്ച് ഒരു മുറുക്കാൻകട തുടങ്ങാമെന്ന തീരുമാനത്തിൽ എത്തപ്പെട്ട സമയത്താണ് ചൂള എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസിന്റെ ക്ഷണം തന്നെ തേടിയെത്തുന്നതെന്ന്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കുള്ള ഒരു വഴിത്തിരിവായിരുന്നു. അല്ലായിരുന്നെങ്കിൽ മലയാള സംഗീത ലോകത്തിന് തന്നെ വലിയൊരു നഷ്ടം സംഭവിക്കുമായിരുന്നു. ദാസേട്ടനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം പറയുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഒരു സ്നേഹിതനെ മറ്റൊരു സ്നേഹിതൻ എങ്ങനെ സഹായിച്ച് വഴികാട്ടിയായി എന്ന ചരിത്ര സത്യം. ദാസേട്ടനുമായി ചേർന്ന് മാഷ് വിസ്മയങ്ങൾ തീർത്ത് ഉയരങ്ങളിലെത്തിയപ്പോൾ അതിനെതിരെ ഒരു വിമർശനം ഉയർന്നത്, അല്ലെങ്കിൽ എതിർ ശബ്ദം ഉടലെടുത്തത് നമ്മുടെ ഭാവഗായകൻ P. ജയചന്ദ്രനിൽ നിന്നുമാണ്. ജയേട്ടൻ പറയുന്നു, യേശുദാസും രവീന്ദ്രനും ചേർന്നുണ്ടാക്കിയ സംഗീതത്തെ മെലഡി രീതി മാറ്റി സർക്കസാക്കി മാറ്റി നിലവാരം താഴ്ത്തിയെന്നാണ്. അവർ രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തവയാണ്. മറ്റൊരാക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നു, രവീന്ദ്രനെ മാസ്റ്റർ എന്ന് വിളിക്കേണ്ടതില്ല, അയാളെ സംഗീത സംവിധായകൻ എന്ന് വിളിച്ചാൽ മതി. ദേവരാജൻ മാസ്റ്ററെ പോലുള്ള മാസ്റ്റർമാർ ഇവിടെ ധാരാളമുണ്ട്. ഇതിനെതിരെ രവീന്ദ്രൻ മാസ്റ്ററുടെ ഭാര്യ ശോഭന രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പറയാനായി രവീന്ദ്രൻ മാസ്റ്റർ മരിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ലായിരുന്നു, നേരത്തെ പറയാമായിരുന്നു. ഇപ്പോഴാണോ ഇത് തോന്നിയത്? അന്ന് ചോദിച്ചിരുന്നെങ്കിൽ മാസ്റ്റർ തന്നെ അതിന് മറുപടി പറയുമായിരുന്നല്ലോ എന്ന് ശോഭന
പറയുന്നു കുടുംബവും കുട്ടികളും വീടുമാണ് അദ്ദേഹത്തിന്റെ സ്വർഗമെന്ന്. എപ്പോഴും ശോഭയെ ശോഭയെ എന്ന് വിളിച്ച് പുറകെ നടക്കുമെന്നും ഏറ്റവും കൂടുതൽ പ്രാവശ്യം മാസ്റ്റർ ഉച്ചരിച്ച വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ശോഭയെന്നാണെന്ന് അവർ പറയുന്നുണ്ട്. പേപ്പറിൽ പലപ്പോഴും കുഴഞ്ഞു വീണു മരിച്ചു എന്ന വാർത്ത കാണുമ്പോൾ ഞാൻ മാസ്റ്ററോട് ചോദിക്കാറുണ്ട്, എന്താണ് മാഷെ ഈ കുഴഞ്ഞു വീണു മരിക്കുക എന്ന് പറഞ്ഞാൽ? മാസ്റ്റർ അത് ചിരിച്ചു കളഞ്ഞതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നാൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നേരിൽ കാണിച്ചു തന്ന ശേഷമാണ് അദ്ദേഹം യാത്രയായത്. 2005 മാർച്ച് 3 അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നും ശോഭയെ എന്നൊരു വിളി വന്നു. അടുത്തേക്ക് ഓടിച്ചെന്നപ്പോൾ കുഴഞ്ഞു വീണ് അപ്പോൾ തന്നെ മരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം വിട പറഞ്ഞിട്ട് 21 വർഷം പിന്നിട്ടെങ്കിലും അദ്ദേഹം നമുക്ക് സമ്മാനിച്ച അനശ്വര ഗാനങ്ങളിലൂടെ മരണമില്ലാത്തവനായി നമുക്കൊപ്പം ജീവിക്കുന്നു. പ്രിയ രവീന്ദ്രൻ മാസ്റ്ററുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.